ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളറയെ കുറിച്ചാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് കോളറ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആഹാരം, വെള്ളം എന്നിവയിലൂടെയാണ് ഈ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ഇവ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ഈ വിഷവസ്തു വയറിളക്കത്തിന് കാരണമാകുകയും ചെയ്യുന്നു. മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്തേക്ക് വരുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ വളരെയധികം നേരം ജീവിക്കുന്നതിന് കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത്തരം രോഗം പകരുവാൻ ഇത് വഴിയൊരുക്കുന്നു. ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പിന്നിലല്ല. ആരോഗ്യമുള്ള ഏതൊരാളെയും മണിക്കൂറുകൾക്കകം തീർത്തും അവശനാക്കുന്നതിനും അയാളുടെ മരണത്തിനും വരെ കോളറ കാരണമാകുന്നു. ഇനി കോളറയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഛർദിയും വയറിളക്കവുമാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ. മറ്റു വയറിളക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും പെട്ടെന്നു തന്നെ പകരാനുള്ള കഴിവും കോളറയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റു വയറിളക്കങ്ങളിൽ പ്രകടമാകുന്ന വയറുവേദന, പനി, മലത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ അംശം എന്നിവയൊന്നും കോളറയിൽ കാണുകയില്ല. നേർത്ത കഞ്ഞിവെള്ളം പോലെ ധാരാളം മലം പോകുന്നതാണ് പ്രധാനമായിട്ടുള്ളൊരു ലക്ഷണം. അതുമൂലം ശരീരത്തിൽ നിന്നും ധാരാളം ജലം നഷ്ടപ്പെടുകയും രോഗി ക്ഷീണിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയുകയും തലക്കറക്കം, നാവിനും ചുണ്ടുകൾക്കും ഉണ്ടാകുന്ന വരൾച്ച, ബോധക്കേട്, കണ്ണുകൾ താണുപോകുക എന്നിവ കോളറയുടെ ഗുരുതരമായ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. കോളറ ബാധിച്ചാൽ ശരീരത്തിൽ നിന്നും ജലാംശം പെട്ടെന്ന് കുറയുന്നതിനാൽ മൂത്രത്തിന്റെ അളവ് കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ അടുത്ത പ്രധാന ലക്ഷണമായ ഛർദി ഉള്ളതുകൊണ്ട് തന്നെ രോഗിക്ക് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സാധിക്കാതെ വരികയുമാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും വിബ്രിയോ കോളറെ എന്ന രോഗാണു കലരുന്നതും അവ അതിലൂടെ നമ്മുടെ കുടലിലെത്തുന്നതും ഈ രോഗത്തിന് കാരണമായി മാറുന്നു. മലത്തിലൂടെയാണ് രോഗാണു രോഗിയിൽ നിന്നും വിസർജിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ പൊതു ശുചിത്വ നിലവാരം കുറവുള്ള പരിസരങ്ങളിലാണ് കോളറ വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ആമാശയത്തിലെ അമ്ലത്വം രോഗാണുവിനെ കൊല്ലുവാൻ സഹായിക്കുന്നതിനാൽ അമ്ലനിവാരണി ഗുളികകൾ കഴിക്കുന്നത് രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്നു. O രക്ത ഗ്രൂപ്പ്, HIV ബാധിതർ, രോഗപ്രതിരോധ ശക്തി കുറവുള്ളവർ എന്നിവർക്ക് രോഗം പെട്ടെന്ന് തന്നെ കൂടുന്നു. ആമാശയത്തിലെ അമ്ലത്വത്തെ അതിജീവിച്ച് കുടലിലെത്തുന്ന കോളറ രോഗാണുവിന് കുടൽ കോശങ്ങളിൽ എത്താൻ കുടലിലെ കട്ടിയുള്ള കഫപടലത്തെ തുളയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി അവ ഫ്ലാഗെല്ല എന്ന കോശാവയവം ഉണ്ടാക്കുന്നു. ഈ കോശാവയവത്തിന്റെ സഹായത്തോടു കൂടി രോഗാണു കുടൽ കോശങ്ങളിൽ കടന്ന് കോളറ ടോക്സിൻ എന്ന വിഷം ഉണ്ടാക്കുന്നു. 5 B ഘടകങ്ങളും ഒരു A ഘടകവും ഡൈസൾഫൈഡ് ബോണ്ടിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ടോക്സിൻ കുടൽ കോശങ്ങളിൽ നിന്ന് സോഡിയം, പൊട്ടാസ്യം കാർബണേറ്റ് തുടങ്ങിയ ലവണങ്ങളും വെള്ളവും നഷ്ടമാകാനും ദ്രുതഗതിയിലുള്ള നിർജ്ജലീകരണത്തിനും കാരണമായി മാറുന്നു. രോഗനിർണയം സാധ്യമാക്കുന്നതിന് രോഗാണുവിനെ രോഗിയുടെ മലത്തിൽ നിന്നാണ് എടുക്കുന്നത്. ആന്റിബയോട്ടിക് മരുന്ന് നൽകുന്നതിന് മുൻപ് വേണം സാമ്പിളുകൾ എടുക്കുവാൻ. ഇനി നമുക്ക് കോളറ രോഗത്തിനെ പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. കുടിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ജലം ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രമിക്കുക. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പച്ചവെള്ളം കൂടി ചേർത്ത് ഉപയോഗിക്കാതിരിക്കുക. ആഹാരത്തിന് മുൻപും ശേഷവും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. കൂടാതെ ജലാശയങ്ങളും കിണറുകളും കുളങ്ങളും മലിന വിമുക്തമാക്കുന്നതിന് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുക.
കോളറ ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണം ഐസാണ്. പലപ്പോഴും പല ചെറിയ കടകളിലും മറ്റും തണുത്ത വെള്ളത്തിന് വേണ്ടി ഐസുകൾ ഉപയോഗിക്കാറുണ്ട്. ഐസിനുള്ളിൽ 2 ആഴ്ച വരെ കോളറയുടെ അണുക്കൾ നശിപ്പിക്കപ്പെടാതെ ഇരിക്കും. ഇങ്ങനെ മലിനമാക്കപ്പെട്ട വെള്ളം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഐസ് കട്ടകൾ കുടിവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ കോളറ പടരുന്നതിനുള്ള സാധ്യത കൂടുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബോട്ടിൽസ് ഡ്രിങ്ക്സിലൂടെയും കോളറ പകരുന്നതായി കാണുന്നു. ഈ സാഹചര്യത്തിൽ ചികിത്സയേക്കാൾ ഏറ്റവും പ്രധാനം രോഗം പടരാതിരിക്കാനും വരാതിരിക്കാനുമുള്ള ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി ശുചിത്വം പാലിക്കുക.